ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിൽ റാപ്പ് കോൾസ് ആൻഡ് റാപ്പ് റോസ് ഫംഗ്ഷൻസ് നോക്കാം. ഇവിടെ ഈ ഷീറ്റിൽ ജനുവരി ടു ഡിസംബർ 12 മന്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ആക്കി ഡിവൈഡ് ചെയ്യണം. അതായത് ഫസ്റ്റ് ഹാഫിൽ 6 മാസവും സെക്കൻഡ് ഹാഫിൽ 6 മാസവും വരും. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇസ് ഈക്വൽ ടു റാപ്പ് റോസ് എന്നുള്ള ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു, വെക്റ്റർ സെലക്ട് ചെയ്യുന്നു, കോമ. ഇനി ഒരു റോയിൽ എത്ര വാല്യൂ വരണം? 6, 6 മാസം വരണം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ അടിക്കുക. ഓക്കെ, ജനുവരി ടു ജൂൺ, ജൂലൈ ടു ഡിസംബർ. അതുപോലെ നമുക്ക് ഇത് 4 ക്വാർട്ടറാക്കി ക്ലാസിഫൈ ചെയ്യണം. ഇസ് ഈക്വൽ ടു റാപ്പ് റോസ്, വെക്റ്റർ സെലക്ട് ചെയ്യുന്നു, കോമ. അപ്പോൾ ഒരു റോയിൽ എത്ര മാസം വരും? 3 മാസം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഫസ്റ്റ് ക്വാർട്ടറിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ. ഓക്കെ. നെക്സ്റ്റ് റാപ്പ് കോൾസ്. 12 മാസങ്ങളുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് 2 കോളം ഉണ്ട് അല്ലേ. അപ്പോൾ 2 കോളമാക്കി സ്പ്ലിറ്റ് ചെയ്യണം. സീക്വൽ ടു റാപ്പ് കോൾസ്, വെക്റ്റർ സെലക്ട് ചെയ്യുന്നു, കൊമ. ഒരു കോളത്തിൽ എത്ര മാസങ്ങളുണ്ട്? 6 മാസം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഓക്കെ. ഇനി അതിനെ സെപ്പറേറ്റ് 4 ക്വാർട്ടറുകളാക്കി ക്ലാസിഫൈ ചെയ്യണം. ഇസ് ഈക്വൽ ടു റാപ്പ് കോൾസ്, വെക്റ്റർ സെലക്ട് ചെയ്യുന്നു. ഒരു ക്വാർട്ടറിൽ എത്ര മാസങ്ങളുണ്ട്? 3 മാസങ്ങൾ. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു. ഓക്കെ.